ആഗോളതലത്തിൽ പോലും ഇന്ത്യ കൂടുതൽ കരുത്താർജിക്കുകയാണ്. ചൈനയെ കടത്തിവെട്ടി ഇന്ത്യ ഇപ്പോൾ ആപ്പിൾ നിർമ്മാണത്തിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. ആഗോള ഇലക്ട്രിക്സ് നിർമ്മാണ രംഗത്ത് ഇന്ത്യയെ മറികടക്കാൻ ചൈനയ്ക്കെന്നല്ല ഇനി മറ്റൊരു രാജ്യത്തിനും കഴിയില്ല എന്നതാണ് മറ്റൊരു വാസ്തവം. 2025 മാത്രം $50 ബില്യൺ, അതായത് ഏകദേശം 4.51 ലക്ഷം കോടി രൂപയുടെ ഐഫോണുകളാണ് ഇന്ത്യയിൽ നിന്ന് മാത്രമായി തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചതെന്നാണ് കേന്ദ്ര IT മന്ത്രിയായ അശ്വിനി വൈഷ്ണവ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആപ്പിൾ കമ്പനി ഇന്ത്യയിൽ നിന്നുള്ള ഐഫോൺ കയറ്റുമതിയിൽ വൻ കുതിച്ചുചാട്ടമാണ് നടത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നേതൃത്വത്തിന് കീഴിൽ ഭാരതം ഒരു ഉപഭോക്തൃ രാജ്യത്തിൽ നിന്ന് ആഗോള ഉൽപാദന കേന്ദ്രമായി തന്നെ മാറിയിരിക്കുകയാണ് എന്നും അശ്വിനി വൈഷ്ണവ് അദ്ദേഹം പങ്കുവച്ച എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 9 മാസത്തിനുള്ളിൽ തന്നെ $16 ബില്യൺ കയറ്റുമതി അത് പിന്നിട്ടതായും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നം കഴിഞ്ഞ 11 വർഷത്തിനിടെ 6 മടങ്ങ് വർദ്ധിച്ചപ്പോൾ കയറ്റുമതി 8 മടങ്ങാണ് കുതിച്ചുയർന്നിരിക്കുന്നത്. ആപ്പിളിന്റെ ഈ ചുവടുമാറ്റം ഇന്ത്യൻ തൊഴിൽ വിപണിയിൽ വൻ ചലനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 3,50,000 അത് നേരിട്ടുള്ളതും അല്ലാത്തതുമായ തൊഴിലവസരങ്ങളാണ് ആപ്പിൾ വഴി രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്.